ഇന്ന് നേരം വെളുത്തത് കുടുംബസമേതം ചൂട്ടുകറ്റം കത്തിച്ച് ഒരിടം വരെ പോവുകയാണെ. സർപ്രൈസാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോട് കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചു. കർത്താവേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്തുമാത്രം വിലയാണ് കൂടിയിരിക്കുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. പോകുന്ന വഴിക്ക് കാറ്റാടിമരം ആരെയും മൈൻഡ് ചെയ്യാതെ നിൽപ്പുണ്ട്. കണ്ടോ? സ്കോട്ടിഷ് ടുലിപ്പ് ഫെസ്റ്റിവലാണ് നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായല്ലോ. ഇത് എഡിൻബറയുള്ള സ്ഥലമാണ് കേട്ടോ. അതിനകത്തോട്ട് കയറിയത് കൊണ്ടല്ലോ, ഇവറ്റകൾ നമ്മളോട് പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതം ചെറുതാണെങ്കിലും നിങ്ങൾക്ക് പൂക്കളെ പോലെ സന്തോഷമായിട്ടിരിക്കാൻ മേലെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നി ഇതെല്ലാം നമ്മളെ നോക്കി അങ്ങ് ചിരിക്കുന്ന പോലെ തോന്നി അല്ലേ. ഇത് മനസ്സിൻ്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഇതിനകത്ത് ഓരോ പൂവും നമ്മളോട് ഓരോ കഥയാണ് പറയുന്നത്. ചില പൂക്കൾ പ്രതീക്ഷയുടെ കഥ, ചിലത് സ്നേഹത്തിൻ്റെ കഥ, ചിലത് പൊതുവായ ജീവിതത്തിൻ്റെ കഥ. ചോ ചുവപ്പ് തുളുപ്പുകൾ പ്രണയത്തിൻ്റെ കഥകൾ നമ്മളോട് പറയുന്നു. മഞ്ഞത്തുളുപ്പുകൾ സന്തോഷത്തിൻ്റെ കഥകൾ പറയുന്നു. വെളുത്ത തുളുപ്പുകൾ സമാധാനത്തെ ഓർപ്പിക്കുന്നു. പിങ്ക് സ്നേഹത്തിൻ്റെ മൃദുത്വം പകർന്നു തരുന്നു. എന്താ കളി അല്ലേ. നമുക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. എങ്ങോട്ട് ഓടണം, എതിലേ നടക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞു പോലും കൂടാ. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴുണ്ടല്ലോ, ലോകത്തിലെ എല്ലാ ആശങ്കകളും ഒരു നിമിഷം അകലെയാകുന്നു. നമുക്ക് ചിന്തിക്കാനൊന്നും സമയമില്ല. സന്തോഷിക്കാനേ ജീവിതത്തിൽ സമയമുള്ളന്നേ. ഈ പൂക്കൾ നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതം എത്ര ചെറുതായാലും നമുക്ക് അത് നല്ല സന്തോഷമായിട്ട് വിരിയിക്കുക എന്നുള്ളത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? ആ നേരം കൊണ്ട് ഇതാണ്ട് രാജാനെ കാണാതെ പോയി. ഇത് എവിടെയായിരുന്നെന്നറിയാവോ? ഇതുണ്ടോ, അതിൻ്റെ അടുത്ത് തന്നെ ഈ ചെമ്മരിയാടുകൾ മേയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി നിന്ന് ഇങ്ങനെ അവറ്റകളെ ആസ്വദിക്കുകയാണ്. ഒന്നും അറിയാതെ അവരങ്ങനെ അവിടെ കഴിയുന്നു. ഇതുകൊണ്ടോ, നമുക്ക് ഇച്ചിരി റൊമാൻസൊക്കെ ആയിക്കൂടെ? എപ്പോഴും ഈ മസിൽ പിടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സന്തോഷത്തിൻ്റെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കേട്ടോ. ജീവിതം എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതായാലും നമുക്ക് തോന്നും ഇനിയും നമുക്ക് ജീവിക്കണം. നമ്മളെത്ര ഭാഗ്യമുള്ളവരാണ്. ഇത്രയും സന്തോഷകരമായിട്ടൊരു ലോകത്ത് നമ്മളെ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ലേ അല്ലേ. പ്രകൃതിയുടെ ഈ അത്ഭുത കാഴ്ചയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നന്ദി കൊണ്ട് നിറയുന്നില്ലേ. നമുക്ക് ഇവ പറയുന്ന സന്ദേശം എന്തുവാ? സ്നേഹിക്കുക, ചിരിക്കുക, വിരിയുക. എന്തോ ഒരു ടെൻഷനും സ്ട്രെസ്സുമാണ് നമുക്ക്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ മറക്കാനാവാത്ത ഓരോ പേജുകളായി തീരും. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി, അടുത്ത വർഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, അയ്യോ നമുക്ക് തുളിപ്പ് കാണാൻ പോകാമെന്നല്ലേ. പൂക്കളെല്ലാം വാടിപ്പോകും, പക്ഷേ കാലങ്ങൾ കടന്നു പോകും. ഇതിൻ്റെ നിറവും ഇതിൻ്റെ സന്തോഷവും എന്നും നമ്മുടെ ഓർമ്മയിൽ, ഹൃദയത്തിൽ അങ്ങനെ വിരിഞ്ഞ് നിൽക്കത്തില്ലേ. അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ്സിനുണ്ട് കേട്ടോ. അതെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു. ഈ പൂക്കളെല്ലാം നമ്മളോട് ഓരോ കഥ പറയുന്ന പോലെയും ചിരിച്ച് കാണിക്കുന്ന പോലെയും തോന്നും. ഈ കാറ്റത്ത് കിടന്നാടുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ആ സമയങ്ങളിൽ നമുക്ക് അപ്പം ഈ ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി റൊമാൻസൊക്കെ ആയിക്കൂടെ? ഒന്ന് ഊഞ്ഞാലയിലൊക്കെ ആടി നല്ല സന്തോഷമായിട്ട്. അതും ഒന്നും പറയേണ്ട, അന്നത്തെ വെയിലെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെ കളിച്ചാലുണ്ടല്ലോ, പൊട്ടക്കളിയാണ് ഞാൻ കളിച്ചത്. എന്നാലും എനിക്ക് സന്തോഷമാണ്. തോറ്റോട്ടെ, അതും നമുക്ക് ഓരോ തോൽവിയും ജയത്തിൻ്റെ ഓരോ ചവിട്ടുപടിയല്ലേ. നോക്കിക്കേ, ഒരു കുഞ്ഞു വണ്ടി. ഇത് എപ്പോഴും എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ. മേടിക്കണമെന്നുണ്ട്, പക്ഷേ അവർ തരികയില്ലല്ലോ. ഇതൊക്കെയാണെങ്കിലും ജീവിതത്തിൽ നൈരാശ്യം ഉണ്ടെങ്കിലും ആരും പാലത്തിൽ നിന്നെടുത്ത് താഴോട്ട് ചാടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നമുക്ക് പലതും നേടാൻ പറ്റിയില്ല, പക്ഷേ ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ട്രാക്ടറെ കയറിയിരിക്കാമല്ലോ. സൈക്കിൾ ഓടിക്കണോ? അവിടെ ചെന്നാൽ മതി. നമുക്ക് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാവുന്നേ. ഈ പൂക്കൾ നമ്മളോട് പറയുന്നത് സ്നേഹിക്കുക, ചിരിക്കുക, ആർത്തുല്ലസിക്കുക എന്ന്. അവറ്റുകൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ അല്ലേ. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഏത് പോസിൽ വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാം. പിന്നെ ഭക്ഷണം, വിശപ്പ് ഒരു ഭയങ്കര കുഴപ്പം പിടിച്ച രോഗമാണേ. അതിന് ഡോക്ടറെ കാണണം. ഇച്ചിരി സമയം കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഭക്ഷണം കഴിക്കും. ഒരു ഭക്ഷണമൊക്കെ കഴിച്ചേച്ചിറങ്ങിയപ്പോൾ ഇതാണ്ട് അവിടുത്തെ ഡയറിയിൽ നിന്ന് മിൽക്ക് എടുത്തുണ്ടാക്കുന്ന ഐസ്ക്രീം, അതൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? ജീവിതം വളരെ ചെറുതല്ലേ. അതാണ്ട് ഡാട്സാണ്. തോക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒരൊറ്റ എണ്ണം പോലും അവിടെ പിടിക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ആകാശത്ത് കൂടി ഇതാണ്ട്
വിമാനം പറന്ന് നടക്കുകയാണ്. കുറേ പേര് സന്തോഷിക്കുകയും ജീവിതത്തിൽ ആർത്തുല്ലസിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ രണ്ട് വശവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഒന്നെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും, അല്ലേ ബിസിനസ്, ജോലി, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എല്ലാവരും പോകുന്നുണ്ട് അല്ലേ. അങ്ങനെ തിരിച്ചു പോരുമ്പോഴും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങോട്ട് പോന്നു. ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു കേട്ടോ.